ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇതൊരു കുഞ്ഞ് മിനി വ്ളോഗായിട്ട് എടുത്താൽ മതി കേട്ടോ. നമുക്കൊരു ഫുൾ വ്ളോഗ് എടുക്കാനായിട്ട് ഇന്ന് പറ്റിയില്ല. ഇന്നലെ രാത്രി മുതൽ ഉമ്മാക്ക് ഭയങ്കര ഛർദിലും വയറുവേദനയൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഇന്നലെ പേരയ്ക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കട്ടിയുള്ള അത് ഈ പേരയ്ക്ക പോലുള്ള അതിനകത്തൊക്കെയുള്ള അരിയുണ്ടല്ലോ, അതൊക്കെ വയറിൽ പോയാൽ ഉമ്മാക്ക് ഭയങ്കര വയറുവേദന കേട്ടോ. പെട്ടെന്ന് അത് അങ്ങോട്ട് ദഹിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ഉമ്മച്ചി ഇന്നലെ പേരയ്ക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. ഞങ്ങളൊന്നും ഉറങ്ങിയതേയില്ല. ഓരോ 15 മിനിറ്റ് കഴിയും തോറും അങ്ങ് ഓർക്കാനും ഛർദിലുമായിരുന്നു കേട്ടോ. അങ്ങനെ വെളുപ്പിനെ ഒരു സുബഹി സമയം വരെ നമുക്ക് ഇതുപോലെ തന്നെ ആയിരുന്നു. കൂടെ ഛർദിക്കുമ്പോൾ ഉമ്മയുടെ കൂടെ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് നേരം വെളുപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒന്നും ആയിരുന്നെങ്കിൽ, നേരം വെളുത്തിരുന്നെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമല്ലോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗൊന്നും പിടിച്ചിട്ടില്ല. എന്നിരുന്നാലും മോളെ സ്കൂളിൽ വിടണം. അതിനു മുന്നേ മോൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ലഞ്ചൊക്കെ ഒന്ന് തയ്യാറാക്കണമല്ലോ. അപ്പം അല്ലറ ചില്ലറ വീഡിയോസ് എടുത്തു വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. സമയത്തിന് അത് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് അപ്ലോഡ് ആക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാലും മോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം, തിരിച്ച് 4 മണിക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എടുത്തിരിക്കുന്ന വീഡിയോ എന്തായാലും അങ്ങ് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുത്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ച് ഇടുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ട് കാപ്പി അപ്പമായിരുന്നു. അപ്പോൾ കറിയായിട്ട് ഇവിടെ ഉമ്മച്ചിയും പാത്തുങ്ങളും മല്ലടിക്കുന്നു കേട്ടോ. ഉമ്മച്ചിക്ക് ഇപ്പോൾ കുഴപ്പമില്ല, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് അപ്പമായിരുന്നു കാപ്പി. അങ്ങനെ അപ്പമൊക്കെ ഉണ്ടാക്കുന്നു. എല്ലാം ഇങ്ങനെ അങ്ങ് വെപ്രാളം പിടിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളായിരുന്നു കേട്ടോ. അങ്ങ് തലയ്ക്ക് പ്രാന്തായിരുന്നു. അപ്പോൾ എണീറ്റിട്ട് അപ്പം ഉണ്ടാക്കി, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കേട്ടോ. താളിച്ചൊക്കെ എടുത്തിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. പിന്നെ തലേന്ന് തന്നെ കുറച്ച് ഉണക്കപ്പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൻപയറുണ്ടല്ലോ, ചുമന്ന വൻപയർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തോരന് വേണ്ടിയിട്ട്. അങ്ങനെ അതും കുക്കറിലോട്ട് വേവിക്കാനായിട്ടൊക്കെ രാവിലെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് അതിലേക്കും കൂടെ കുറച്ച് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്ത്, തേങ്ങയും ജീരകം പച്ചമുളക് ഒക്കെ മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്, മുട്ടയൊന്ന് പൊരിച്ച് വെച്ചിരിക്കണേ. നമ്മൾ ഒരുപാട് നേരത്തെ മുട്ട പൊരിച്ച് വെച്ച് കഴിഞ്ഞാൽ തണുത്തൊരു വല്ലാണ്ടങ്ങായി പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാറാകുമ്പോഴത്തേക്ക് ഒരു മുട്ടയൊക്കെ ഇങ്ങോട്ട് പൊരിച്ച് വെച്ചിരുന്നാൽ മതിയെന്ന്. പിന്നെ കൊച്ചിന് ഒഴിച്ചിറക്കി വേണ്ടിയിട്ട് തക്കാളി കറി കേട്ടോ വെച്ചത്. തക്കാളി അരിഞ്ഞ് എണ്ണയിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ടിട്ട് ഒരു തക്കാളി, അത്യാവശ്യം വലിയൊരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടുപ്പയിലേക്ക് വെച്ചിട്ട് ഞാൻ നേരെ ഉമ്മച്ചിയെ റെഡിയാക്കിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട്, അവിടെ അടുത്ത് ആയൂരാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയി രാവിലെ. അപ്പോൾ ഡോക്ടറുടെ വീട് ഹോസ്പിറ്റലും കൂടെ ചേർന്നതാണ്. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു, മെഡിസിനൊക്കെ തന്നു കേട്ടോ. അത് അങ്ങനെ ദഹിക്കാതെ വന്നതിൻ്റെ പ്രശ്നമായിരുന്നു, ദഹനം ഇല്ലാഞ്ഞതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങനെ 2 കൈയിലും ഓരോ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രിപ്പ് ഇടാനാട്ടോ പറഞ്ഞത്. പിന്നെ ഡ്രിപ്പ് ഇടാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഇഞ്ചക്ഷനും ഗുളികയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വന്നൊരു 20 മിനിറ്റ് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോയി ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ പാത്തുവിനെ ഇതിനിടയ്ക്ക് അനിയത്തി റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതായത് മേലൊക്കെ കഴുകിയിട്ട് ഒരുക്കാനൊക്കെ ആയിട്ട്, ഡ്രസ്സൊക്കെ ഇട്ട് നിർത്താനായിട്ട് സമ്മതിക്കത്തില്ല കേട്ടോ. വന്നിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ വന്നപ്പോൾ മുട്ടയൊക്കെ പൊരിച്ച് വെച്ചു. നമ്മുടെ തക്കാളി കറിയൊക്കെ വറ്റി നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയിട്ട് പാത്തുവിനെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ടാറ്റ, നാളെ കാണാം.